ഹായ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. എല്ലാവരും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ. ഞാനങ്ങനെ ചെയ്തില്ല. ഞാനിങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാറില്ല സത്യത്തിൽ. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയ്യിൽ കിട്ടുന്ന ഏതോ ഒരു ക്രീം, ഏത് ക്രീമെന്നൊന്നുമില്ല, ഏതോ ഒരു ക്രീം തേക്കാം. എല്ലാവരും ചെയ്യുന്ന കാണുമ്പോഴുള്ള ആഗ്രഹം കൊണ്ടാണേ. ഏതോ ഒരു ക്രീം. ഇനി നമ്മുടെ പോൺസ് ഇങ്ങനെ തട്ടിയിടുക, ഇങ്ങനെ തട്ടിക്കളയുക, ഇങ്ങനെ കൊത്തുക. ഇങ്ങനെ ചെയ്യാൻ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എന്താ നമ്മുടെ ഡാസലറിൻ്റെ ഈ ഒരു ബോട്ടിൽ ഐലൈനറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. ഇതിലെനിക്ക് വേറെ കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷേ ഡാസലറിൻ്റെ തന്നെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ കണ്ണിനകത്തൊക്കെ ഒരു മണ്ണ് വാരി ഇട്ട പോലെ അത് വല്ലാണ്ട് പെട്ടെന്ന് വല്ലാണ്ടാവും. എനിക്ക് മാത്രം തോന്നുകയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ? ഈ ഡാസലറിൻ്റെ ഈ ഒരു ഇത് എനിക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർന്നു കേട്ടോ. ഇതിനകത്ത് മൊത്തവും ഞാൻ ഊറ്റിയെടുത്തു. ഇതിൽ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തു. ഇനി ഇതിലൊന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഇനി ഇത് തന്നെ വരച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് കണ്ണ് ഭയങ്കര ചോർച്ചിലൊക്കെയാണ്. കണ്ണ് ഇതിനകത്ത് പൊടി വീണിട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് ഇത് തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ണെഴുതില്ലെങ്കിലേ ഒരുമാതിരി പണ്ട് പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ കണ്ണെഴുതും. കുളിച്ചില്ലെങ്കിലും കണ്ണെഴുതും കേട്ടോ. കണ്ണെഴുതില്ലെങ്കിൽ ഒരുമാതിരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ണെഴുതാതെ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കും, നീ എന്താ വിഷമമുണ്ടോ എന്തെങ്കിലും? കണ്ണെഴുതാതെ പോകുമ്പോൾ ചോദിച്ചു, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടോന്ന്. ഒന്നും ചെയ്തില്ലെങ്കിലും കണ്ണെഴുതുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു എന്തോ ഒരു ഇത്. ഇപ്പോഴാട്ടോ ഇത്ര പെട്ടെന്ന് കണ്ണെഴുതിയിരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നോർമൽ കരി എഴുതും, അതിൻ്റെ പുറത്തുകൂടി ഐലൈനർ, പിന്നെ കണ്ണിൻ്റെ ടീയിലെല്ലാം കണ്ടു. അങ്ങനെയൊക്കെ വലിച്ചു വാരി കരി എഴുതിയിട്ട് പഠിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വിഷയത്തിൽ തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഞാനങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും, എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമാണ്. പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയാൻ പാടില്ല. അത് ആൾക്കാരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. എനിക്കൊരു കംഫർട്ടബിൾ, എനിക്ക് ഈ നൂഡ് ഷെയ്ഡ് ഇടുന്നതാണ്. അപ്പോൾ ഏതാങ്ങാണ്ട് ഒരു ലിപ്സ്റ്റിക് 98 രൂപ കണ്ടേ ഉള്ളൂ. ഏതോ ലോക്കലാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ വയ്യ. ഞാനങ്ങനെ ലിപ്സ്റ്റിക് ബ്രാൻഡൊന്നും എനിക്കങ്ങനെ അറിയില്ല. ഏതോ ഒന്നും ഷെയ്ഡ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എന്നാലും ഇട്ടോക്കാം. ഇട്ടെന്നങ്ങനെ അറിയാൻ വയ്യ, എങ്കിലും ഇട്ട് നോക്കാം. അറിയാവോ ലിപ്സ്റ്റിക് അറിയാൻ പറ്റുമോ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തുടച്ച് കളയും കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു ഒന്നുമില്ല. ഇനി നമുക്ക് മുടി കെട്ടാം. മുടി കെട്ടാം. മുടി ഞാനിങ്ങനെ കെട്ടി വെക്കാറാണ്. അതാണ് പൊഴിയുന്നതിനുള്ള ഫസ്റ്റ് കാരണം. നമ്മുടെ ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മളതിനെ കെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും അത് നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അത് മുടിയുടെ കാര്യമാണെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ. ഞാൻ പണ്ട് എങ്ങനെയാണെന്നറിയോ, ഞാൻ പണ്ട് നമ്മുടെ ഇങ്ങനെ ഇത് എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കേട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കേട്ടുള്ളായിരുന്നു.
കൊള്ളാവോ? ഇങ്ങനെ കെട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ കെട്ടാറില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് ഗ്രൂമിങ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കാറാണ് പതിവ്. വെച്ചിട്ട് നമ്മുടെ പൂക്കിയ ഇടും. പൂക്കിയ ഇടുമ്പോൾ ഇവിടെ ഇടാം. പൂക്കിയ ഇടുമ്പോൾ നമ്മുടെ തല കെട്ട് ശരിയായി. ഞാനങ്ങനെ കമ്മൽ ഇടില്ല. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ കമ്മലിടണ്ടേ, അതുകൊണ്ട് ഈ നഖം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവ സാമഗ്രികളൊക്കെ ഇടാൻ മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ മെനക്കെടാറില്ല. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, ഒരു 6:45. നിങ്ങളുടെയൊക്കെ നേരത്തെ 6:45 എൻ്റെ നേരത്തെ 6:45 കേട്ടോ. പിച്ചിക്ക് കൊള്ളാമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബൈ.